ഹലോ അപ്പൊ ഞാനടാ. അച്ഛൻ സൈക്കിള് മേടിച്ചോ? ഇല്ല മക്കളെ, ഇന്നിവിടെ ഹർത്താലാ, നാളെ മേടിക്കാൻ പറ്റൂ. അയ്യോ, അച്ഛൻ വൈകുന്നേരം എത്തുമെന്ന് വിചാരിച്ചു ഞാൻ. ഫ്രണ്ട്സിനെയൊക്കെ വരാൻ പറഞ്ഞല്ലോ. അതിനെന്താ, അവരോട് നാളെ വരാൻ പറഞ്ഞാ പോരെ? ശരി. പിന്നെ അച്ഛാ, എന്താ മക്കളെ? ഇവിടെ ഒരാൾക്ക് അച്ഛനോട് സംസാരിക്കണം. ആർക്ക്? ജാനകിയമ്മയ്ക്കാ? ജാനകിയമ്മയല്ല, അപ്പൂന്റെ അമ്മ ഭാമയാ. നീ എന്താ അവിടെ? മോനെ കുറിച്ച് അച്ഛനൊരു വിചാരമില്ലാന്ന് കരുതി അമ്മയ്ക്ക് എങ്ങനെയാവാൻ പറ്റില്ലല്ലോ. ക്ലാസ്സിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നു. ഇനിയിപ്പോ ചന്ദ്രേട്ടൻ വരാത്ത സ്ഥിതിക്ക് ഇന്ന് രാത്രി ഞാൻ ഇവിടെയാ. വേണ്ട വേണ്ട, വീട്ടിൽ പോ. വേണോ വേണ്ടോന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. സാറ് ഞാൻ പറഞ്ഞ സാധനം മറക്കാതെ ഇങ്ങ് വാങ്ങിച്ചോണ്ട് വന്നാ മതി. എന്ത്? താലി വെക്കട്ടെ? ടീച്ചർ കിസ് അടിച്ചല്ലേ? നിനക്കെങ്ങനെ മനസ്സിലായി? പെമ്പിള്ളേര് ഫോണിൽ കൂടി കിസ് അടിക്കുമ്പോ ഞാനും ഇങ്ങനെയാ ചേന്ന് പറയും, അടുത്തുള്ളവർ അറിയാതിരിക്കാൻ. സെയിം ടു യു. അതെ, കുട്ടിക്ക് ബോധം വീണു. കാണണമെന്നുണ്ടെങ്കിൽ കേറി കാണാം. വാ. പേടിക്കണ്ട പേടിക്കണ്ട, ഞങ്ങള് മോനെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നവരല്ല, സഹായിക്കാൻ വേണ്ടി വന്നവരാ. അയ്യോ, മോന്റെ മുഖത്ത് തന്നെയാണല്ലോ മുറിവ്. ചന്ദ്രേട്ട തമിഴില് ചോദിക്കും. എന്ത്? മൂഞ്ചി. മൂഞ്ചി. ഓ മുഖത്തിന്. ഓ തമ്പി, ഓ മൂഞ്ചിയിലെ. ബുദ്ധിമുട്ടണ്ട, അവൻ മലയാളിയാ. ഓ ആണോ? ഭാഗ്യം. മോന്റെ പേരെന്താ? ടോണി. ഇതാണോ മോന്റെ അച്ഛൻ? അതെ. അച്ഛന്റെ പേരെന്താ? ജോണി. പോലീസാ. ഓ, അച്ഛനെ കാണാണ്ടായപ്പോ മോനെന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നത്? മോനെ കാണാണ്ട് മോന്റെ അമ്മ വിഷമിച്ചിരിക്കായിരിക്കല്ലേ? എനിക്ക് അമ്മയില്ല, ആരുമില്ല, അപ്പനല്ലാണ്ട്. മോനെ ടോണിക്കുട്ടാ, മോനെ ടോണിക്കുട്ടാ, മോനെ ടോണിക്കുട്ടാ, ടോണിക്കുട്ടാ, മോനെ ടോണിക്കുട്ടാ, മോനെ നിന്റെ അപ്പൻ അടിച്ചു പിറ്റായ ആ പാറപ്പുറത്ത് കിടപ്പുണ്ട്, വേണമെങ്കിൽ വിളിച്ചിട്ട് പോടാ. കല്ലില് നല്ലൊരു കള്ള്, അന്തിക്കട്ട കള്ള്, അടങ്ങി കിടക്കാൻ. ആ, കള്ളടിച്ചാലോ പിന്നെ പട്ടന്മാരുതല്ലോ. അപ്പാ, എപ്പോ? ഞാനാ ടോണിക്കുട്ടൻ. മോനെ ടോണിക്കുട്ടാ, അപ്പന്റെ ബാലൻസ് പോയിടാ. നമുക്ക് പോവാ അപ്പാ. എന്നാ മോൻ സൈക്കിളിൽ കയറിക്കോ, അപ്പൻ ചവിട്ടാം. അപ്പൻ ചവിട്ടിയ ഞാനും വീഴും അപ്പനും വീഴും. നമുക്ക് നടക്കാം. അന്ന ഒരു പണി ചെയ്യാം, ഞാനേ മോനെ എടുക്കാം, മോൻ സൈക്കിൾ എടുത്തോ. ശരി. അയ്യോ, അവിടെ നിൽക്കാം മോനെ, മോനെ അപ്പനെ എടുക്കട്ടാ. അങ്ങനെ നടന്നോട്ടെ. ഇന്നെന്തിനാ അപ്പം കുടിച്ചേ? വെറുതെ. അപ്പനെ കൂടി ഒന്ന് നിർത്തണം, അല്ലെങ്കിൽ എന്റെ ഒരാഗ്രഹവും നടക്കാൻ പോണില്ല. പുതിയ സൈക്കിള് മേടിക്കുന്ന കാര്യല്ലേ, അപ്പനെ ഏറ്റുടാ. ശരിക്കും ശരിക്കും അപ്പന്റെ മക്കളെ, പൊന്നു മക്കളെ, എന്തു പരിഭവം. വരുന്നുണ്ട് പിശാചിന്റെ സന്തതി. നിക്കടാ ജോണി, നീ എന്ത് തോന്നിയാസാ കാണിച്ചത്? ടോണിക്കുട്ടനെ പിടിച്ച് ബിവറേജിന് മുമ്പിൽ ക്യൂ നിർത്തിയോ? നിർത്തിയച്ച അച്ഛനല്ലേ കഴിഞ്ഞ ഞായറാഴ്ച കുർബാന കഴിഞ്ഞപ്പോ പ്രസംഗിച്ചത്, കുട്ടികളെ ക്ഷമ അച്ചടക്കൊക്കെ പഠിപ്പിക്കണമെന്ന്. അപ്പൊ ഈ പറഞ്ഞ ക്ഷമ അച്ചടക്കൊക്കെ പഠിക്കണമെങ്കിൽ ബീവറേജിന്റെ ക്യൂവിൽ തന്നെ നിക്കണച്ചോ. ചുമ്മാതല്ല നിനക്ക് സസ്പെൻഷൻ കിട്ടിയത്. ഞാൻ നാളെ അരമനെ പോകുമ്പോ അച്ഛനും എന്റെ കൂടെ വന്നോട്ടോ. അല്ല, അവിടത്തെ തിരുമേനി പറഞ്ഞിട്ട് ചെല്ലുമ്പോ ഒരു കുരിശ് കൊണ്ട് ചെല്ലാൻ. ഈ ഇടവകയിൽ ഇത്ര നല്ലൊരു കുരിശ് വേറെ ഉണ്ടോ? അപ്പം വരാൻ നേരം വൈകിയ മോൻ പള്ളിമേടെ പോയിരുന്നു കേട്ടോ. കോയമ്പത്തൂർ എന്ന് പറഞ്ഞ ഒരുപാട് ദൂരം ഉണ്ടോ അപ്പാ? ശരിക്കും കോയമ്പത്തൂരല്ല, അതിനടുത്തുള്ള മദുരാശി എന്ന് പറഞ്ഞ സ്ഥല. അപ്പം പോയിട്ട് വരാം. അപ്പാ,
ഇതാ കടയുടെ വിലാസം. മോനെ കരയരുത്. ദേ ഞാൻ പറയുന്നത് കേക്ക് പ്ലീസ്. ദേ അപ്പോഴേക്കും കരയിച്ചോ? നിങ്ങൾ ഒന്ന് പുറത്തിറങ്ങിക്കേ. അല്ല കുഞ്ഞിനധികം സ്ട്രെയിൻ കൊടുക്കാൻ പാടില്ല. വാ. മോൻ കരയണ്ട കേട്ടോ. അതെ അത് വേണ്ട. വാ. ഇത്തിരി നേഴ്സിനെ കണ്ടു നിൽക്കാന്ന് വെച്ചാൽ സമ്മതിക്കൂല. കഷ്ടമാണ് ആ കുട്ടിയുടെ കാര്യം. എനിക്കിപ്പോ എന്റെ അപ്പുനെ ഓർമ്മ വരുന്നത്. നിനക്ക് എന്ത് തോന്നുന്നു? ആ ജോണിക്ക് എന്ത് സംഭവിച്ചു കാണും? അപകടമാവുന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. നമുക്കിവിടത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ. അയ്യോ അത് വേണോ? പുലിവാലാവുന്നാണ് എന്റെ പേടി. ഏയ് ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന്. നമ്മളൊരു പരാതി കൊടുക്കുന്നു, എന്നിട്ട് നമ്മൾ ആ പിക്ചറിൽ നിന്നിട്ട് മാറുന്നു. ബാക്കിയൊക്കെ ഇവിടുത്തെ പോലീസ് പോയിക്കൊള്ളുന്നു. இந்தாங்க இதுல ஒரு கையெழுத்து போடுங்க. ஓ. என் வீட்டு நெய்ய என் குழந்தைய திங்கோன்னு நினைக்கிற இந்த காலத்துல யாரோ பெத்த குழந்தைக்கு நீங்க இவ்வளவு கஷ்டப்படுறது சந்தோஷமா இருக்கு. ரொம்ப ரொம்ப சந்தோஷமா இருக்கு. എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചു കൊടുക്കണം அந்த കുഴந்தையோட അപ്പാവ്. கண்டிப்பா இந்த நிமிஷத்துல இருந்து எங்களுக்கு இதான் வேலை. யோ സാർ சாருக்கு ஸ்ட்ராங் டீ குடிங்க. അയ്യോ വേണ്ട 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 സാർ വേണ്ട സാർ. சிகரெட்? അയ്യോ കുടിക്കാൻ മാട്ടേ. சார் சிகரெட் குடிக்க மாட்டாரு. சரிங்க സാർ. போயிட்டோம். ശരി സാർ ശരി സാർ. നാട്ടിലെ ചായക്കാൾ ബെസ്റ്റാ ഇവിടുത്തെ ചായ. സംശയം എന്താ? പാലില് മാത്രം ഇട്ടേക്കണം. നോടെ. വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് തന്നെ. நாளைக்கு இந்த ஊர்ல இருந்த வெட்டு புதைச்சிருவேன் உன்னை. வாங்கடா வாங்க. வா. എന്നാലും അവരെന്തിനാ നമ്മളെ തല്ലിയത്? ആ വെടിക്കെട്ടിന്റെ ഇടയിൽ പട്ടി വെട്ടതുപോലെ പോയി. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അവർക്ക് ആള് മാറിയതാ. എന്റെ ബലമായ സംശയം അത് അവളുടെ ആൾക്കാരാണോന്ന്. ആരുടെ? ആ തട്ടിപ്പുകാരിമായയുടെ. അവളെന്തിനാ നമ്മളെ തല്ലുന്നത്? നമ്മൾ തല്ലുകൊണ്ട് ആശുപത്രി കടന്ന് അതിന്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് വന്നിട്ട് കാശ് മേടിക്കാലോ. എന്തായാലും തല്ലി കൊന്നാ പോലും അവള് ചാവില്ല. 100 ആയുസ. ചന്ദ്രേട്ട അവളുടെ കൺമുമ്പിൽ നിന്ന് രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്. കറക്റ്റ്, നീ പറഞ്ഞതാ ശരി. എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കാം. അതാണ് ബുദ്ധി. എന്തുട്ടി പോയോ? ശവം പോയി. ഇനി നമുക്ക് പോവാം. ചന്ദ്രേട്ടൻ ബില്ല് കൊടുത്തോ? ഞാൻ നീ എങ്ങടാ പോണത്? അവിടെ ഇരിക്കുക, അവിടെ ഇരിക്ക. കിട്ടിയല്ലേ? അതെങ്ങനെ നിനക്ക് ഇത്ര കൃത്യമായിട്ട് മനസ്സിലായി? വിവരം അപ്പോഴേ ഞാൻ അറിഞ്ഞു. നിങ്ങള് സ്റ്റേഷനിൽ വല്ല പരാതിയും കൊടുത്തോ? കൊടുത്തെങ്കിൽ അത് എത്രയും വേഗം പിൻവലിക്കണം. മനസ്സിലായില്ല. അടികൊണ്ടത് മനസ്സിലായില്ലേ? അത് മനസ്സിലായി. இந்த ஊரு ரொம்ப பிரச்சனமான ஊரு தம்பி. വെറുതെ തടി കേടാക്കണ്ടി രക്ഷപ്പെടാൻ നോക്ക്. ഹലോ, ഒന്ന് നിന്നേ. ഗുണ്ടകളയച്ച് ഉപദ്രവിച്ചിട്ട് ഇപ്പൊ നിന്ന് ഉപദേശിക്കുന്നു. ഉപദ്രവിച്ചെന്നോ? ഞാനോ? മായ പറ്റിക്കും, പക്ഷെ ഗുണ്ടായിസം കാണിക്കാറില്ല. അതിന് ഈ നാട്ടിൽ ഒരുപാട് പേര് വേറെ ഉണ്ട്. സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കും. അല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതേ ഡെഡ് ബോഡി ആയിട്ടായിരിക്കും. ഇതാണ് എന്റെ കോണ്ടാക്ട് നമ്പർ. ആവശ്യം വന്നാ വിളിക്കാം. വിളിക്കേണ്ടി വരും. കയ്യിലിരിപ്പ് അതാണല്ലോ രണ്ടുപേരുടെ. ബൈ. ചന്ദ്രേട്ട സൈക്കിൾ മേടിച്ചിട്ട് നാട്ടിൽ വേണ്ട.